വല്ലാണ്ട് ബോറായി തോന്നിയ ഒന്ന് ഈ നായിക, അതായത് ഈ ഭാഗ്യശ്രീയുടെ കഥാപാത്രം. പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു ചങ്ങായി ഉണ്ട്, ആള് നല്ല വെറുപ്പിക്കലായിരുന്നു. ഒരു ബാബു എന്ന് പറഞ്ഞാണ് ആ ക്യാരക്ടറിന്റെ പേര്. അയാള് എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ ഈ ബേസിൽ ജോസഫിന്റെ കഥാപാത്രം ഇല്ലേ, അസിസ്റ്റന്റ് ഡയറക്ടർ, അതുപോലെ തന്നെയായിരുന്നു. ഒരു വൃത്തികെട്ടായിട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ എന്ന് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. പിന്നെ തമിഴ് പടം ആയതുകൊണ്ട് നമുക്ക് ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഉണ്ടാവല്ലോ, കുറച്ചൊരു ഓവർ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. പിന്നെ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ കൊച്ചി രാജാവ് സിനിമയില് ഹരിശ്രീ അശോകൻ അച്ഛനായിട്ട് വിളിച്ചുകൊണ്ടുപോകില്ലേ, എങ്കപ്പ റിച്ചർഡാന്നായിട്ട്, ആ ചെക്ക ഈ പടത്തിലുണ്ട് കേട്ടോ. ഒരു കാർ ഡ്രൈവർ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അയാളുടെ അഭിനയവും നല്ല സബ്റ്റിലായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാനി സാഞ്ചസ് ആണ് പടത്തിന്റെ ക്യാമറ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതായത് പഴയ കാലത്ത് 1950, 60 സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഫോണിന്റെ സ്ക്രീനിൽ നമ്മൾ ഈ ചെറിയ ഇതിൽ കാണൂല്ലേ, 16:9 കുറച്ചുകൂടി ചെറിയ റേഷ്യോയിൽ കാണൂല്ലേ, ആ റേഷ്യോയിലും പടം വരുന്നുണ്ട്, വലിയ വൈഡിലേക്കും വരുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സീനും ഈ സ്റ്റുഡിയോയുടെ അകത്തുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് അങ്ങനെയാണല്ലോ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഈ സിനിമ എടുത്തു വെക്കുമ്പോഴും പിന്നെ അങ്ങനെ തന്നെ അവർക്ക് ചെയ്യാൻ വഴിയുള്ളൂ. കാരണം ഇത് ഔട്ട്ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു 70 വർഷത്തെ ഡിഫറൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ സ്റ്റുഡിയോ, അതിന്റെ ലൈറ്റ്, അതിന്റെ VFX കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ്, ആന്റണിയാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ആ സ്റ്റുഡിയോയുടെ ഒരു മാനേജർ സംസാരിക്കുന്ന ഒരു സീനുണ്ട്, അവിടെ എഡിറ്റിംഗ് നല്ല കിടിലായിരുന്നു. നമുക്ക് ഒട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നൈസായിരുന്നു. പിന്നെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാനു ചാന്ദ്രാണ് പടത്തിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നൈസ് ഒരു പാട്ടുണ്ട് ഇതില്, ദുൽഖറും നായികയും തമ്മിലുള്ള ഒരു പാട്ടുണ്ട്. പിന്നെ വേറെ 1-2 പാട്ടുകൾ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പാട്ട് അധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം സിനിമയുടെ ഒരു മൂഡ് പിടിച്ചു പോകുന്നത് കൊണ്ടില്ലേ നമുക്ക് പാട്ട് അധികം അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജെയ്ക്സ് ബിജോയ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഹെവി ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസ്, അതായത് പഴയ കാലത്തെ കോസ്റ്റ്യൂംസ്, പിന്നെ ഈ ബാക്കിയുള്ള പ്രോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ വണ്ടികളെല്ലാം പണ്ടത്തെ അതേ സാധനം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മേക്കിംഗ് വേസ് ഒരു കിഡിലും പടമാണിത്. പക്ഷെ തിയേറ്ററിൽ പോയിട്ട് നോക്കി അങ്ങനെ ആ സിനിമയൊന്നുമല്ല. കുത്തിയിരുന്ന് സിനിമയുടെ മൂഡ് മനസ്സിലാക്കി മെല്ലെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പറ്റുമെങ്കിൽ ഈ ജെൻസിയും അവരൊന്നും ഇല്ലാത്ത, ഈ കോളേജ് പിള്ളേരൊന്നും ഇല്ലാത്തൊരു തിയേറ്റർ പിടിച്ച് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കുറേ ഈ കുട്ടികൾ, സ്കൂൾ പിള്ളേരും തീരെ വിവരമില്ലാത്ത നോൺസെൻസ് ഓഡിയൻസിലും വന്നു കഴിഞ്ഞാലില്ല, എന്നാൽ അവരിങ്ങനെ ഓരോ കമന്റും കാര്യങ്ങളെല്ലാം അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര വെറുപ്പിക്കലായി തോന്നുന്നത്. പിന്നെ നമ്മൾ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് ഇന്നലെ അതേപോലെ ഫീൽ ചെയ്തത്, നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരും. സോ അധികം പോവാത്തൊരു തിയേറ്ററിൽ, പറ്റുമെങ്കിൽ ഒരു തിയേറ്ററിൽ ആരും പോകാത്ത തിയേറ്ററിൽ ഒരു 15 ടിക്കറ്റ് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. സമാധാനമായിട്ട് കാണാം. ഓക്കെ, പ്രത്യേകിച്ച് സിനിമ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ സമാധാനമായിട്ട് മെല്ലെ ഇരുന്ന് കാണുക. നല്ല നൈസ് പടമാണ്. ഇതൊരു ദുൽഖറിന്റെ കരിയറിലെ